ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം നെറ്റിചുളിച്ചു നോക്കുന്ന ഒരു വൻ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ പറയാം. ഒരു കാലത്ത് പ്രതിരോധ സാമഗ്രികൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന ഒരു ഇന്ത്യയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും കഠിനമായ ആത്മനിർഭർ ഭാരത് നയങ്ങളുടെയും കരുത്തിൽ ആഗോള സൈനിക ഭൂപടത്തെ തന്നെ തിരുത്തി കുറിക്കുകയാണ് നമ്മുടെ രാജ്യം. ശത്രുക്കൾ എത്ര വലിയ പ്രതിരോധ കോട്ട കെട്ടിയാലും അതിനെയെല്ലാം വെറും തവിടുപൊടിയാക്കാൻ പോകുന്ന ലോകത്തെ മുൻനിര സൈനിക ശക്തികളെ പോലും അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കുന്ന ഒരു മഹായുദ്ധ വേട്ടക്കാരൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അണിയറയിൽ ഒരുങ്ങുകയാണ്. അതെ, ലോകത്തിന്റെ ഉറക്കം കെടുത്താൻ പോകുന്ന ഇന്ത്യയുടെ പരമാധികാരം ആഗോള സിംഹാസനത്തിൽ ഉറപ്പിക്കാൻ പോകുന്ന ആ ബ്രഹ്മാണ്ഡ ആയുധത്തിന്റെ പേരാണ് അഗ്നി-6. എന്താണ് ഈ അഗ്നി-6? ഇത് വെറുമൊരു മിസൈലാണോ? അല്ല, ഇതൊരു രാജ്യത്തിനും തടുക്കാനാവാത്ത വിധം ലക്ഷ്യത്തിലേക്ക് നേരിട്ട് തുളച്ചു കയറുന്ന ഒരു വിനാശകാരിയായ ആയുധമാണ്. ചൈനയും പാകിസ്ഥാനും മാത്രമല്ല, ലോകത്തിലെ ഏതൊരു വൻശക്തിയും ഇനി ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടണമെങ്കിൽ 100 വട്ടം ചിന്തിക്കേണ്ടി വരും. DRDO ഇതിന്റെ ഡിസൈൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതോടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകും. നമുക്ക് വിശദമായി പരിശോധിക്കാം എന്താണ് ശരിക്കും അണിയറയിൽ ഒരുങ്ങുന്ന ഈ അത്ഭുത പ്രതിഭാസം എന്ന്. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ആഗോള യുദ്ധതന്ത്രങ്ങൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ THAAD, റഷ്യയുടെ S-500, ചൈനയുടെ HQ-90 തുടങ്ങിയ അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്. ആകാശത്ത് വെച്ച് ഏത് മിസൈലിനെയും വെടിവെച്ചിടാൻ ശേഷിയുള്ളതാണ് ഈ പ്രതിരോധ വലയങ്ങൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വൻ ശക്തികൾ തീർക്കുന്ന എത്ര കടുത്ത എത്ര ആഴത്തിലുള്ള പാളികളായാലും ഇന്റർസെപ്ഷൻ നെറ്റ്വർക്കുകളെയും വളരെ നിഷ്പ്രയാസം തകർത്തെറിയാനാണ് ഇന്ത്യ അഗ്നി-6 രൂപകൽപ്പന ചെയ്യുന്നത്. വെറും ദൂരപരിധിയിലും പെലോഡിലും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഈ മിസൈൽ. ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യസ്ഥാനം ചാരമാക്കുക എന്ന കടുത്ത നുഴഞ്ഞുകയറ്റ ശേഷി അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ ഡിസൈൻ അണിയിച്ചൊരുക്കുന്നത്. കേവലം ഒരു മിസൈലിന് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന പഴയ ചിന്താഗതിക്ക് മോദി സർക്കാർ ഇപ്പോൾ അടിമുടി മാറ്റം വരുത്തിയിരിക്കുന്നു. ശത്രുരാജ്യം എത്ര വലിയ പ്രതിരോധ വലയം തീർത്താലും അതിനെയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കാനും മറികടക്കാനും ശേഷിയുള്ള കടുത്ത തന്ത്രപരമായ യുദ്ധമുറയിലാണ് ഇത് വികസിപ്പിക്കുന്നത്. അഗ്നി-6 മിസൈലിന്റെ സാങ്കേതിക അടിത്തറ രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വിജയകരമായി പരീക്ഷിച്ച മിഷൻ ദിവ്യാസ്ത്രയിലൂടെയാണ്. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 2024 തുടർന്ന് 2026 നടത്തിയ അതിവേഗ മിസൈൽ പരീക്ഷണങ്ങളിലൂടെ ഒറ്റ മിസൈലിൽ നിന്ന് ഒരേ സമയം വിവിധ ലക്ഷ്യങ്ങളിലേക്ക് ഒന്നിലധികം ആണവ യുദ്ധമുനകൾ തൊടുക്കാനുള്ള ശേഷി ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഘട്ടമായാണ് അഗ്നി-6 വികസിപ്പിക്കുന്നത്. ഒരു നിശ്ചിത പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന പഴയ സിംഗിൾ വാർഹെഡ് മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി അഗ്നി-6 ഒരു അത്യാധുനിക പോസ്റ്റ് ബൂസ്റ്റ് വാഹനം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക. ഇത് മിസൈലിനെ ബഹിരാകാശത്ത് എത്തിച്ച ശേഷം ഒരേ സമയം 10 മുതൽ 12 വരെ വാർഹെഡുകളെ സ്വതന്ത്രമായി വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് വിട്ടയക്കുന്നു. ഒരൊറ്റ മിസൈലിൽ നിന്ന് ഒരേ സമയം 10ലധികം ആണവ യുദ്ധമുനകൾ ഒരേ സമയം പാനെടുക്കുമ്പോൾ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകും. എന്തിനെ തടുക്കണം, എങ്ങനെ തടുക്കണമെന്നറിയാതെ ശത്രുവിന്റെ കൺട്രോൾ റൂമുകൾ ഭയന്ന് വിറയ്ക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഈ മിസൈലിന്റെ ഏറ്റവും മാരകമായ സവിശേഷത. സാങ്കേതികമായി ഇതിനെ മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾസ് എന്ന് വിളിക്കാം. സാധാരണ മിസൈലുകൾ ഒരു തവണ വിക്ഷേപിച്ചാൽ അതിന് കൃത്യമായ ഒരു പാതയുണ്ടാകും, അതിലൂടെയേ അത് സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് അത് എവിടെ വരുമെന്ന് കണക്കുകൂട്ടി വെടിവെച്ചിടാം. എന്നാൽ അഗ്നി-6 ഇവിടെയും ചരിത്രം തിരുത്തുകയാണ്. അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ആകർഷണത്തിന് വഴങ്ങാതെ ആകാശത്ത് വെച്ച് സ്വന്തമായി ദിശ മാറാൻ ഇതിന്റെ യുദ്ധമുനകൾക്ക് കഴിയും. അതും ചെറിയ വേഗതയല്ല, ശബ്ദത്തേക്കാൾ 20 മടങ്ങ് വേഗതയിൽ ഹൈപ്പർസോണിക് വേഗതയിൽ കുതിച്ചു പാൻ ദിശ മാറുന്ന ഈ യുദ്ധമുനകളെ ട്രാക്ക് ചെയ്യാനോ തടയാനോ ലോകത്തിലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഇന്ന് വരെ സാധ്യമായിട്ടില്ല, ഇനി സാധ്യമാവുകയുമില്ല. അഗ്നി-6ന്റെ ബുദ്ധിശക്തി അവിടെയും തീരുന്നില്ല. ശത്രുവിന്റെ റഡാറുകളെയും മിസൈൽ വിരുദ്ധ സംവിധാനങ്ങളെയും പൂർണ്ണമായും വിഡ്ഢികളാക്കാനുള്ള അത്ഭുത വിദ്യകളും ഇതിലുണ്ട്. യഥാർത്ഥ യുദ്ധമുനകൾക്കൊപ്പം ബഹിരാകാശത്ത് കൃത്രിമ ഡയോക്കികൾ സമാനമായ വേഗതയിൽ മിസൈൽ പുറത്തുവിടും. വായു ഇല്ലാത്ത ബഹിരാകാശത്ത് യഥാർത്ഥ വാർഹെഡും വ്യാജ വാർഹെഡും തിരിച്ചറിയാൻ ശത്രുവിന് കഴിയില്ല. കൂടാതെ റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേക കോട്ടിംഗ് കൂടിയുള്ളതിനാൽ ശത്രുവിന് പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനു പുറമെ മിസൈൽ പ്രതിരോധത്തിൽ ഏറ്റവും അപകടകരമായ ഘട്ടം അത് വിക്ഷേപിക്കുന്ന സമയമാണ്. കാരണം ഉപഗ്രഹങ്ങൾക്ക് വിക്ഷേപണ വിവരം വേഗത്തിൽ ലഭിക്കും. എന്നാൽ ഇതിനെ മറികടക്കാൻ ഉയർന്ന കാര്യക്ഷമതയുള്ള മൾട്ടി സ്റ്റേജ് ഖര ഇന്ധന സംവിധാനമാണ് അഗ്നി-6 ഉപയോഗിക്കുക.
കണ്ണിവയ്ക്കുന്ന വേഗത്തിലുള്ള ദുരിതപ്പെടുത്തൽ കാരണം ശത്രുരാജ്യങ്ങളുടെ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾക്ക് മിസൈലിന്റെ പാത കണക്കാക്കാൻ ആവശ്യമായ സമയം ഒട്ടും തന്നെ ലഭിക്കില്ല. മറ്റൊരു വലിയ പ്രത്യേകത അതിശക്തമായ ഈ മിസൈൽ പൂർണ്ണമായും കാലിസ്റ്റൈറൈഡ്സ് ആയിരിക്കുമെന്നതാണ്. അതായത് ഇതിനെ എളുപ്പത്തിൽ വലിയ റോഡ് വാഹനങ്ങളിലോ ട്രെയിനുകളിലോ രഹസ്യമായി കൊണ്ടുപോകാനും ഏത് നിമിഷവും വിക്ഷേപിക്കാനും സാധിക്കും. ശത്രുക്കൾക്ക് വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിയില്ല. ഇന്ത്യക്ക് മേൽ ഒരു ആണവാക്രമണം ഉണ്ടായാൽ പോലും അതിശക്തമായി തിരിച്ച് പ്രഹരിക്കാനുള്ള ഭാരതത്തിന്റെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഇത് 100% ഉറപ്പാക്കുന്നു. ഇന്ത്യ ഒരിക്കലും ആദ്യം ആക്രമിക്കില്ല എന്ന നയമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ആരെങ്കിലും ആക്രമിക്കാൻ മുതിർന്നാൽ അവരെ ഭൂഗോളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശേഷി ഈ സിസ്റ്റം നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് പൂർണ്ണ അംഗീകാരം നൽകുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി അഗ്നി-6 മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെയുള്ള ഇതിന്റെ ബൃഹത്തായ ദൂരപരിധിയിലൂടെ ലോകത്തിന്റെ ഏത് കോണിലെയും ശത്രുവിനെ നിഷ്പ്രയാസം തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പുതിയ ഇന്ത്യയുടെ കരുത്താണ് ഈ മിസൈൽ. വെറും ഒരു മിസൈൽ എന്നതിനപ്പുറം ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ശക്തി ഉറപ്പിക്കുന്ന ഒരു മഹാശക്തിയായിട്ട് ഇത് മാറും. ഇനി ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഇന്ത്യ ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആയുധങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാനോ യുദ്ധം ചോദിച്ചു വാങ്ങാനോ ഉള്ളതല്ല. ചരിത്രത്തിൽ ഇന്ന് വരെ മറ്റൊരു രാജ്യത്തിന്റെ മണ്ണും ഭാരതം കയ്യേറിയിട്ടില്ല. അത് ഇന്ത്യയുടെ സംസ്കാരവുമല്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് കോടികൾ മുടക്കി ഈ അഗ്നി-6 പോലെയുള്ള മിസൈലുകൾ അണിയറയിൽ ഒരുക്കുന്നത്? അതിനുള്ള ഉത്തരം ലളിതമാണ്. ശക്തിയുള്ളവന്റെ വാക്കുകൾക്ക് ലോകത്ത് വിലയുള്ളൂ എന്ന യാഥാർത്ഥ്യം പുതിയ ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ, രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ശത്രുവിന്റെ നെഞ്ചിൽ ഭയമുണർത്തുന്ന ഇത്തരം പ്രതിരോധ കോട്ടകൾ ഇന്ത്യക്ക് അനിവാര്യമാണ്. ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ സാമ്പത്തികമായും നയതന്ത്രപരമായും വൻ കുതിപ്പാണ് നടത്തുന്നത്. ഈ വളർച്ചയെ തടയാൻ അതിർത്തികളിൽ അനാവശ്യ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന അയൽരാജ്യങ്ങൾ നമുക്കുണ്ട്. പഴയതുപോലെ വെറുതെ പ്രതിഷേധക്കുറിപ്പുകൾ അയച്ച് ഒതുങ്ങുന്ന രാജ്യമല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് തിരിച്ചടികളിലൂടെ പലവട്ടം തെളിയിച്ചതാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഈ മിസൈൽ സാങ്കേതിക വിദ്യയിലൂടെ കാണുന്നത്. പ്രതിരോധ രംഗത്ത് പൂർണ്ണമായ ആത്മനിർഭർ ഭാരത് കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നൽകുന്ന ശക്തമായ പിന്തുണയാണ് ഇത്രയും വലിയ ദീർഘവീക്ഷണമുള്ള പദ്ധതികളിലേക്ക് കടക്കാൻ ധൈര്യം നൽകുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും മിസൈൽ സാങ്കേതിക വിദ്യയിലും മറ്റു വൻ ശക്തികളേക്കാൾ ഒരു പടി മുന്നിലാണ് തങ്ങളെന്ന് DRDO ഇതിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ശത്രുരാജ്യങ്ങൾ വർഷങ്ങളോളം കോടികൾ മുടക്കി നിർമ്മിച്ച പ്രതിരോധ സംവിധാനങ്ങളെ വെറും മിനിറ്റുകൾ കൊണ്ട് നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പുതിയ ഭാരതത്തിന്റെ മാറിയ ചിന്താഗതിയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിന്റെ വിന്യാസം പൂർത്തിയാകുന്നതോടെ ലോക സുരക്ഷാ കൗൺസിലിൽ അടക്കം ഇന്ത്യയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാനാത്ത വിധം ശക്തമാവും. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഭാരതത്തിന് നേരെ ആര് കണ്ണുരുട്ടിയാലും അവരുടെ കണ്ണിലെ കൺമണി പോലും തകർക്കാൻ ശേഷിയുള്ള പ്രതിരോധ വജ്രായുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ലോകം ഇന്ത്യയെ നോക്കി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പുതിയ യുഗത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയം വീണ്ടും കാണാം. നന്ദി.